ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ബോണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതിനെ പല സ്ഥലത്തും പല പേരെന്നെല്ലാം പറയുന്നത്, ഉണ്ടംപൊരിയെന്നും ബോണ്ടേന്നും പഴം കേൾക്കുന്നു. ഇപ്പം നമുക്ക് എന്തായാലും ബോണ്ടെന്ന് പറയാം. അപ്പം ഞാൻ ഇതിനും വേണ്ടിയിട്ട് എടുക്കുന്നുള്ളത് അരക്കപ്പ് ശർക്കര എടുത്തിട്ട് പൊടിച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് പാനിയാക്കിയിട്ട് എടുക്കുക. എന്താ പറഞ്ഞാൽ കച്ചരയെല്ലാം ഉണ്ടാവുമല്ലോ, ആ കച്ചരയിൽ അരിക്കുമ്പോൾ പോയി കിട്ടുമല്ലോ പാനിയൊക്കെ കിട്ടുമ്പോൾ. അതിനും വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കുക ഇതേ അളവിൽ. ഞാൻ പിന്നെ ഇപ്പോൾ ശർക്കരയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് തിളച്ച് പാനിയായി വന്നതിന് ശേഷം ഞാനിതൊന്നത് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലത്തെ കച്ചര നോക്കിക്കോ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ അതിൽ നമ്മൾ വറ്റി പോകുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനുള്ള പൊടി എടുക്കണം. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനതിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ആണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക, 2 കപ്പ് മൈദ ആണെങ്കിൽ 2 കപ്പ് മൈദ കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ വിസ്കോ അല്ല സ്പൂണോ കൈ എന്ത് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് വിസ്കാകുമ്പോൾ ഇത് പെട്ടെന്ന് മിക്സ് ആവും, മറ്റേ ഇങ്ങനെ വള്ളി പോലെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അത് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂണോളം തന്നെ മറ്റേ ജീരകം ഇടുന്നുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം കിട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട, ചെറിയ ഉള്ളിനൊരു കളറിനും വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ വേണ്ട പഴം എന്ന് വെച്ചാൽ മൈസൂർ പഴം തന്നെ വേണം. അതാകുമ്പോൾ കുറച്ച് പുളിപ്പുണ്ട്, അപ്പം മാവിന് നല്ല പരുവം കിട്ടി, ഇത് നല്ല പൊന്തി നല്ല സൂപ്പറായിട്ട് കിട്ടാൻ ഇത് വേണം. മറ്റതിലൊന്നും ഇത് അത്ര ശരിയായില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇപ്പോൾ 2 കപ്പ് മാവിന് പൊടിക്ക് ഒരു 4 ചെറിയ സാധാരണ മീഡിയം സൈസുള്ള പഴമൊന്നും എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിനെ ചെറുതായിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ഏലക്കൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം, തൊലി വേണ്ട, കുരുവും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായ ഈ ശർക്കര പാനിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ച് വെച്ച് കൊടുക്കുക. ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൂടി ഇട്ടിട്ട് അരച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മാറ്റി വെച്ച പൊടിൻ്റെ മിക്സിയിലേക്ക് ഈ മിക്സിനെയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം ഇങ്ങനെ ഇത് വെച്ചിട്ട് അങ്ങനെ ആക്കുന്നെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഫസ്റ്റേ കൈയോട് തന്നെ ആക്കാം. ഞാൻ ഫസ്റ്റ് അതൊന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ കൈയോട് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം വേണ്ടിയ പോലെ അത്ര കട്ടിക്കൊന്നും വേണ്ട, നമുക്ക് കയ്യിലിങ്ങനെ ഒരു ഒട്ടുന്ന പോലെ കിട്ടണം. അപ്പോൾ ഇത് എത്രത്തോളം ഇത് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെയെല്ലാം വെക്കും തോറും ഈ മാവിന് നല്ല ഇത് കിട്ടും, ഇത് സോഫ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് ഒരു ഉച്ചക്ക് ചോറെല്ലാം വെച്ചതിന് ശേഷം ഇതിങ്ങനെ ആക്കിയെടുത്ത്, എന്നിട്ട് ഒരു 3-3.5 മണിക്കൂറോളം ഇതിങ്ങനെ വെച്ച്. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ അത് 3-4 മണി ആയിട്ടാകുമ്പോൾ പിന്നെ ഇതേപോലെ നോക്കിയിട്ടും ഇതിങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അത് കഴിച്ചു കൊടുക്കാം, ഇത് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ കയ്യിലത് ഒട്ടുന്നുണ്ട. എന്നിട്ട് കൈയ്യതിന് ശേഷം ഇത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളം കൂടെ തേച്ച് കൊടുത്തിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് മുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തട്ടുകടയിൽ കിട്ടുന്ന അതേ വലിപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ചെറുതാണെങ്കിലും ഉണ്ടാക്കുക. അപ്പം ഞാനിത് ആദ്യം കുറച്ചിങ്ങനെ എടുത്തിട്ടായിട്ട് അപ്പുറം ഇപ്പുറം കയ്യിലിടും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് കട്ട പോലത്തെ ബോള് ആ സമയത്ത് കിട്ടിയില്ല, ഈ മാവായിട്ട് ഉരുട്ടുമ്പോൾ ലാസ്റ്റ് ചുട്ടെടുക്കുമ്പോൾ അതേപോലെ ഷേപ്പായി കിട്ടും. അങ്ങനെ ആ എണ്ണയിലേക്ക് ഞാൻ ഇത് ഇതേപോലെ ഓരോന്നാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ 2 കപ്പിൽ കിട്ടിയത് 6 ബോളാണ് ഇതേ ഷേപ്പിൽ. അപ്പോൾ 6ാമത്തത് ചെറിയൊരു ബോൾ, സാരമില്ല, ഓരോരോ ആവശ്യത്തിന് ചെറുതാക്കിയിട്ട് അതേപോലെ ഇട്ട് കൊടുക്കുക. ബെൽതും ആണെങ്കിൽ ബെൽതും ഇട്ട് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചായക്കടയിലെല്ലാം ഉണ്ടാക്കും പോലെയെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു സാധാരണ ഒരു മറ്റേ റബ്ബറിൻ്റെ ഒരു ബോൾ ഉണ്ടാവില്ലേ, അതിൻ്റെ വലുപ്പത്തിലെല്ലാം ഉണ്ടാവില്ല, ഇത് അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുറേ സാധനമൊന്നും വേണ്ട, വെറും 3 സാധനം നമ്മളെ പുരയിൽ എപ്പോൾ ഉള്ളത് തന്നെ മതിയാവും. അങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ എണ്ണ തിളച്ച സമയത്ത് തന്നെ ഈ ഉണ്ട ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എന്താക്കണം, അതിൻ്റെ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതേ തീയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുറം പെട്ടെന്ന് മൂത്തിട്ട് ഉള്ളു പോകാണ്ട് എടുക്കും. ഗോതമ്പ് പൊടിയല്ലോ, ഉള്ളിങ്ങനെ വലിയ ബോണ്ട പോലത്തെ ആയതുകൊണ്ട് ഉള്ളു പോകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ മറിച്ചും തിരിച്ചും കയ്യിൽ മറിച്ചോ കൊണ്ടിരുന്നിട്ടായിട്ടാകുമ്പോൾ അത് അതിൻ്റെ പരുവത്തിനായി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഫുള്ള് മൂക്കട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ വെച്ചാൽ എന്താക്കും, പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ സൈഡ് മാറിയില്ല, അത് തന്നെ പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നല്ല ടേസ്റ്റും തന്നെ അതേപോലത്തെ സാധനവും തന്നെ. അങ്ങനെ ഇത് ആദ്യത്തെ 3 എണ്ണം അങ്ങനെ കോരിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 2ാമത് ഇതേപോലെ ബാക്കി വന്ന 3 എണ്ണം കൂടി ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ പിന്നെയും പറയാം. അപ്പോൾ നമുക്ക് ഏത് ചായക്കടയിൽ പോയാലും ഇത് എല്ലാ ചില്ലും കൂട്ടിൽ ഇത് ഉറപ്പായിരിക്കും ഈ സാധനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ ഇത് 6 കൂടെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. നല്ലോണം ഇത് ഫാസ്റ്റ് ഇട്ടതാണ്, എന്താ പറഞ്ഞാൽ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ 3 കൂടി, മറ്റേത് കണ്ടില്ല 6ാമത്തേത് നല്ല കുറച്ച് ചെറുത്, ആവശ്യത്തിനുള്ള ചെറുത്, അങ്ങനെ തീരെ ചെറുതൊന്നുമല്ല. അപ്പോൾ ഇത് ഞാൻ 6 ഉണ്ടാക്കി ഒരു ഊറ്റുപാത്രത്തിലാണ് വെച്ചുകൊടുത്ത് എണ്ണ ഊറാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ആ ചെറുതാണ് ഇങ്ങനെ പൊളിച്ചെടുത്തത്. അതിൻ്റെ ഉള്ളിലും കണ്ടോ ഒരു ബുദ്ധിമുട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ബന്ധിട്ടും ഉണ്ടായിന്. അപ്പോൾ അതിന് ചായയും കൂടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്, അപ്പം മനസ്സിലാവും ഈ ബോണ്ടൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.